എല്ലാ മനുഷ്യരും ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. സമാധാനമായി ഒന്ന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ, സമാധാനമായി ഒന്ന് ജോലി ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ, സമാധാനമായി ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ, സമാധാനം നഷ്ടപ്പെടാൻ പല കാരണങ്ങളുണ്ട്. രോഗം, ദാരിദ്ര്യം, ദുരന്തങ്ങൾ, ഇങ്ങനെ ആ പട്ടിക നീണ്ടുപോകുന്നു. സമാധാനത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്കാണ് ആശ്വാസം എന്നത്. മറ്റൊന്നാണ് നിർഭയത്വം. സമാധാനമുണ്ടെങ്കിലേ സന്തോഷിക്കാനും കഴിയുകയുള്ളൂ. സമാധാനമില്ലെങ്കിൽ ഭയമാണ്, സങ്കടമാണ്, നിരാശയാണ്. ഇവയെ മറികടക്കാൻ പലരും പല കുറുക്കുവഴികളും ഉപയോഗിക്കുന്നു. മദ്യവും മയക്കുമരുന്നും അതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഇവ താൽക്കാലിക ഗുണം ചെയ്യുമെങ്കിലും ശാശ്വത സമാധാനം തരികയില്ല. പകരം ജീവിതത്തെ നിരാശയിലേക്ക് തള്ളിവിട്ട് ആത്മഹത്യയിൽ ചെന്ന് അവസാനിപ്പിക്കുന്നു. ഒരു ജീവിതം ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ജീവിക്കുവാൻ വേണ്ടിയാണ്, നശിപ്പിച്ചു കളയാനായിട്ടല്ല. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചേക്കാം. ചിലത് അനുകൂലമായിരിക്കാം, ചിലത് പ്രതികൂലമായിരിക്കാം. ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവം സ്നേഹമാണ് എന്നതുപോലെ തന്നെയാണ് ദൈവം സമാധാനത്തിൻ്റെ ഉറവിടമാണ് എന്നുള്ളത്. ഇത് മനുഷ്യൻ്റെ വാക്കല്ല, ദൈവവചനമാകുന്ന ബൈബിൾ നൽകുന്ന ഉറപ്പാണ്. സമാധാനത്തിൻ്റെ ദൈവം എന്നാണ് ബൈബിൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാകുന്നു. സങ്കീർത്തനങ്ങൾ 46:1. പാപമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റിയത്. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ മരണഭീതിയിൽ കഴിയുന്നതിനാൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തവനായി മാറി. ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം തന്നെ മനുഷ്യജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരം വരുത്തി ദൈവത്തിങ്കിലേക്കുള്ള വഴി തുറന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അഥവാ ശത്രുത മാറി എന്ന് ബൈബിൾ പ്രസ്താവിക്കുന്നു. റോമർ 5:1. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആർക്കും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ കഴിയും. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, കാരണം ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33. ഉത്കണ്ഠകളും വിഷാദങ്ങളും വരുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തോട് അവ അറിയിക്കുക. അതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കേവലം മനഃപ്പാഠമാക്കിയ ചില വാക്കുകളല്ല പ്രാർത്ഥന. നമ്മുടെ ഭാരങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ സകല ബുദ്ധിയും കൈവരുന്ന ദൈവസമാധാനത്താൽ നമ്മുടെ ഹൃദയങ്ങളും ചിന്തകളും ക്രിസ്തുയേശുവിലൂടെ നിറയപ്പെടും എന്ന് ബൈബിൾ പറയുന്നു. ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് ക്രിസ്തു ആഹ്വാനം ചെയ്തു. കാരണം സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൽകുന്നവനാണ്. മത്തായി 6:34. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം നമ്മെ പുലർത്തുന്ന ദൈവമാണ്. പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ ഇന്ന് തന്നെ തീരുമാനിക്കുക. സമാധാനമായി ജീവിക്കുക. സന്തോഷത്തോടെ പ്രതിസന്ധികളെ നേരിടുക. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ദൈവത്തിൻ സമാധാനം ക്രിസ്തു തന്നല്ലോ, ക്രിസ്തു തന്നല്ലോ, ക്രിസ്തു തന്നല്ലോ. ശാലോം, നിത്യമാം സമാധാനം എന്നിൽ വന്നല്ലോ, എന്നിൽ വന്നല്ലോ, എന്നിൽ വന്നല്ലോ.